നമുക്ക് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു ദിവസമാണ് ബെയറിഷ് റെഫറൻസ് റിപ്പോർട്ട് ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചാരിച്ച പോലെ നിഫ്റ്റി നമ്മുടെ റെഫറൻസ് ലെവലൊന്നും പൊട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നിഫ്റ്റി നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് കിട്ടിയില്ല. ബെയറിഷ് റെഫറൻസിന്റെ അവിടെ പൊട്ടി താഴേക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ദിവസമാണ്. ബാങ്ക് നിഫ്റ്റി ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് വന്നു, അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയും ബെയറിഷ് റെഫറൻസിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഓപ്പൺ ചെയ്തതിനെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഒരു POCയിലേക്ക് മീൻ റിവേഴ്സ് നടത്തുന്ന ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ ഇന്നലെ നമ്മുടെ മെന്ററിങ്ങിന്റെ ബാച്ചിന്റെ ആൾക്കാർക്കും ഞാനത് നല്ല നമ്മുടെ ഏതാണ് അത് കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു. മിഡ് ക്യാപ്പിൽ ഇന്നലെ ഒരു ന്യൂട്രൽ എസ്റ്റീം ഡേ സെറ്റപ്പ് ആയിരുന്നു എനിക്ക് വന്നത്. അത് പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മിഡ് ക്യാപ്പിൽ ഒരു പുട്ടിന്റെ ബേസ് സ്പ്രെഡ് എടുത്തായിരുന്നു. അത് നല്ല പ്രോഫിറ്റിലാണ് ഇന്ന് മെന്ററിംഗ് ബാച്ചിലെ എല്ലാ ആൾക്കാരും അത് ക്ലോസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിരുന്നു. അപ്പൊ അതൊരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു എടുത്തത്. സോ ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റി നോക്കിയാലും മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ, നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡൗൺ ബോർഡ് മൂവ് വന്നിട്ടുണ്ട്. ഇന്ന് പക്ക മിഡ് ക്യാപ്പ് നോക്കിയാൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. താഴേക്ക് ഇറങ്ങി നല്ല ഹെവി സെല്ലിങ്ങോടുകൂടി താഴേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ടാർഗറ്റ് ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ആ ട്രേഡ് ട്രിഗർ ആയി ടാർഗറ്റ് കിട്ടിയ ഒരു കിടില ദിവസമായിരുന്നു നമ്മളെ മെന്ററിംഗ് ബാച്ചിലും എല്ലാവർക്കും ഉണ്ടായിരുന്നത്. മിഡ് ക്യാപ്പ് നല്ല നമ്മുടെ റെഫറൻസ് പൊട്ടിയിട്ടില്ല. സോ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. നമ്മുടെ POC വന്നേക്കുന്ന 13,041 ഭാഗത്താണ് POC. ഇപ്പൊ നമുക്ക് ആദ്യം ഒന്ന് POC മാറ്റി വെക്കാം. 13,041 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എടുക്കുന്നത് 13,186 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് എടുക്കാം. 13,186 സെയിം ലെവലാണ്, റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 13,190 മുകളിൽ സസ്റ്റെയിൻ മാത്രമേ സെയിം റെഫറൻസ് ലെവൽ ഇപ്പോഴും ആക്ട് ചെയ്യുന്നുള്ളൂ. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ബെയറിഷ് റെഫറൻസ് സെയിം ആണ്. 13,000 താഴെ നിൽക്കുകയാണെങ്കിൽ 12,950, 12,896, 12,852 എന്ന് പറഞ്ഞ ഈ സെയിം റെഫറൻസ് ലെവലിലാണ് മിഡ് ക്യാപ്പിന് നാളത്തേക്കുള്ളത്. ലെവൽസിന് അങ്ങനെ ഒരു മാറ്റവും ഇല്ല. കാരണം നമ്മുടെ ആ ലെവൽ ആക്ടിവേറ്റ് ആകാത്തത് കൊണ്ടാണ് ഞാൻ ആ റെഫറൻസ് ലെവൽ തന്നെയാണ് സെയിം വെച്ചേക്കുന്നത്. ഈ റെഫറൻസ് ലെവൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സോ 13,000 താഴെ 12,950, 12,896, 12,858, 13,190 മുകളിൽ 13,244, 13,292, 13,341 വന്ന ഈ ഒരു ലെവൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് ആക്ട് ചെയ്യാനുള്ളത്. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. നോർമൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് റേഞ്ച് OA ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു താഴേക്ക് ഇറങ്ങി വന്ന് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് നമ്മളെ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയും നോർമൽ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. ഇന്നലത്തെ POCയുടെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോയിട്ട് റിവേഴ്സ് ചെയ്യാൻ ശ്രമിച്ചു, റിവേഴ്സ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന ലെവലിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത് POCക്ക് ഒരു ചെറിയൊരു മാറ്റമുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് 56,510 ഭാഗത്താണ്. അപ്പൊ ഞാനൊന്ന് POC ഒന്ന് മാറ്റിയിട്ട് 56,510 ഭാഗത്തേക്ക് POC വന്നിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസിന് ഒരു മാറ്റമില്ല. 56,272 പൊട്ടുകയാണെങ്കിൽ 56,165, 56,836 വയ്ക്കാം. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റമില്ല. 55,800 പൊട്ടുകയാണെങ്കിൽ 56,800 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ബുള്ളിഷ് റെഫറൻസ് ഉള്ളൂ. 56,950, 56,078, 56,271. കാരണം ഇതേ സെയിം റെഫറൻസ് ലെവലിൽ തന്നെ കിടന്ന് മാർക്കറ്റ് കിടന്ന് കളിക്കുന്നത് കൊണ്ട് ബാങ്ക് നിഫ്റ്റിക്കും അതേ റെഫറൻസ് ലെവലിൽ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നിഫ്റ്റിക്ക് കുറച്ച് ചേഞ്ചസ് നമുക്ക് വേണ്ടി വരും. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. POC വന്നിരിക്കുന്ന 25,131 ഭാഗത്താണ് POC വന്നത്. അപ്പൊ നമുക്ക് ആ POCക്ക് ഒന്ന് ചേഞ്ചസ് വന്നു. 25,131 വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ റെഫറൻസ് ലെവൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,082 അല്ലെങ്കിൽ 80 25,080 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. 25,080 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് സെയിം ആണ് 25,024, സെക്കൻഡ് ടാർഗറ്റ് 24,970, തേർഡ് ടാർഗറ്റ് 24,900. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 25,250 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ എടുക്കാം. എത്രയാണ്? 25,250 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ എടുക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,320 ഭാഗത്തേക്ക് പോകും. സെക്കൻഡ് ടാർഗറ്റ് 25,370 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് 25,400
25ന്റെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിക്ക് മാത്രമേ ഉള്ളൂ റെഫറൻസ് പൊട്ടിയിട്ടുള്ള. ബെയറിഷ് റെഫറൻസ് 25,080, അതിന് താഴെ 25,24, 24,970, 24,900ന്റെ ഭാഗത്തേക്ക് വരാം. 25,250 പൊട്ടിയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസ് ആക്റ്റീവ് ആവും. അത് 25,320, 25,370, 25,425ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇന്ന് നമുക്ക് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയ ഒരു ദിവസമാണ്. ബെയറിഷ് റെഫറൻസ് പൊട്ടിയത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണം. വല്ലപ്പോഴൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലെവൽ നമുക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ റെഫറൻസ് ലെവൽ നിങ്ങൾ വാച്ച് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇന്നത്തെ വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്, കാരണം വലിയ ചേഞ്ചസ് ഒന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല. നിഫ്റ്റിക്ക് ഇന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ട് കൂടെ നമ്മുടെ മാർക്കറ്റിനെ അത് വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല. മാർക്കറ്റ് പകരം വീക്ക് ആവുകയാണ് ചെയ്തത്. സോ ഇന്നൊരു എക്സ്പയറി പ്ലേ മാർക്കറ്റിലേക്ക് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണ് നാളെ 25,250 പൊട്ടി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യും, അഥവാ 25,080 പൊട്ടി മാർക്കറ്റ് താഴേക്ക് വരുമോ എന്ന് നമുക്ക് നാളത്തെ മാർക്കറ്റിൽ നോക്കാം. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.